എന്താണ് ഹാങ്ങിങ് ഗാർഡൻ അല്ലേ? ഹാങ്ങിങ് ഗാർഡന്റെ ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. വലിയൊരു ഇത് ആസ്വദിച്ചുകൊണ്ട് പോകുന്നു. ഇതിന്റെ ഒരു വലിയൊരു മലയാണ് കേട്ടോ. ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ കയറി നമുക്ക് താഴേക്ക് ഇറങ്ങാം. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് നമ്മൾ ഒരു ആളെ പുതിയൊരു ഫ്രഷേഴ്സിനായാലും ഒരാൾ എംപ്ലോയീസിനെ അല്ലെങ്കിൽ ഒരു ടീമിലേക്ക് ഒരാൾ എടുക്കുമ്പോൾ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് ഇൻ്റർവ്യൂ നടത്തേണ്ടത്, അത് ചോദിക്കേണ്ട ചോദ്യങ്ങളെക്കുറിച്ചും അവരെ കൂടുതൽ ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ചോദ്യങ്ങളെ കുറിച്ചായിരുന്നു. അതെ, അതാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞു വന്നത്. ഇനി എന്തെങ്കിലും പുതിയ ചോദ്യങ്ങളോ എന്തെങ്കിലും ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടോ? നമുക്ക് മറ്റു ചില ഇതിലെല്ലാം നമ്മൾ പറഞ്ഞിട്ട് മീറ്റിംഗ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരാളുടെ സാലറി ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ ആ പൊസിഷൻ മാച്ചിങ് ആയിട്ടുള്ളതാണ്, ആ വ്യക്തിക്കല്ല, നമ്മൾ ആ പൊസിഷനാണ് ആ ഒരു സാലറി ഓഫർ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം നമ്മൾ ഒരു ജോബ്, ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനൊരു സാലറി ബ്രാക്കറ്റ് ഉണ്ടാകും. ഇത് പ്രോപ്പറായിട്ട് നമ്മളുടെ വരുന്ന കാൻഡിഡേറ്റ്സിനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. മാത്രമല്ല പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. വേറെ പ്രശ്നം ഒന്നും കൂടി ഉണ്ട് രാജ്. ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇയാൾ എന്താണ് മനസ്സിലാക്കിയതുള്ളതും കൂടെ നമ്മൾ ചോദിച്ചറിയണം. അത് ചില സമയങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അവരോട് പറയുമ്പോൾ അവർ കേൾക്കുന്നത് ചിലപ്പോൾ ആണെങ്കിൽ അത് കഴിഞ്ഞതൊക്കെ കേൾക്കുന്നുണ്ടാവും. വ്യക്തമായിട്ട് ഇയാൾ പറയുന്നുണ്ടാവും. അവരുടെ ഏതൊരു ആള് കമ്മ്യൂണിക്കേഷന്റെ പ്രശ്നം എന്താണെന്ന് അറിയാം. അവനൊരു പ്രതീക്ഷ ഉണ്ടാവും, ആ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചിട്ടാണ് അവൻ കേൾക്കുന്നത്. ഇവനൊരു പ്രതീക്ഷ ഉണ്ടാവും, ആ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചാണ് ഇവനും സംസാരിക്കുന്നത്. പിന്നീട് കാണാം അന്ന് ഇത് പറഞ്ഞിരുന്നു, ഇന്ന് ഇത് പറഞ്ഞിരുന്നു എന്നിട്ട് നമ്മളെ അടുത്തേക്ക് വരും. ബിസിനസ് ഓണറിൻ്റെ അടുത്തേക്ക് പിന്നെ HR ആയിരിക്കുമല്ലോ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ആളുകളായിരിക്കും റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തുന്നുണ്ടാവും. അവർ നടത്തുന്ന സമയത്ത് ഇന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു, മറ്റത് അത് ഇവിടെ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളെപ്പോഴും ഞാനും എൻ്റെ ആളുകളോടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങളോട് എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും നിങ്ങളോട് എന്ത് പറഞ്ഞാലും നിങ്ങൾ അത് എഴുതി വാങ്ങണം. എഴുതി വാങ്ങാത്തോടത്തോളം കാലം എന്നോട് ആ സമയത്ത് ഇത് പറഞ്ഞിരുന്നു, ഈ സമയത്ത് ഇത് പറഞ്ഞു, വാല്യൂഡ് അല്ല. കാരണം പലതും അവർ പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഇവർ പറഞ്ഞു, നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അത് എഴുതി വാങ്ങിയിരുന്നുവെങ്കിൽ എഴുതണ്ട, അല്ലെങ്കിൽ വോയിസ് നോട്ട് ആയിക്കോട്ടെ. ഇപ്പൊ പല സൗകര്യങ്ങളും ഇല്ലേ, തെളിയിക്കപ്പെടുന്ന രീതിയിൽ അത് വാങ്ങണം. അങ്ങനെ വാങ്ങിയിരുന്നെങ്കിൽ നമുക്ക് ചോദിക്കാം. അതിനാണ് നമ്മൾ ഓഫർ ലെറ്ററും ഇത് കാര്യങ്ങളൊക്കെ നമ്മൾ ഓഫർ ലെറ്റർ ഒക്കെ ഉണ്ടാവും. പക്ഷെ അവിടെ അതായത് എന്നോട് 3 മാസം കഴിഞ്ഞിട്ട് എൻ്റെ സാലറി കൂട്ടാമെന്ന് പറഞ്ഞിരുന്നു, എനിക്കിപ്പോൾ കൂട്ടിക്കിട്ടണം എന്ന് പറയാൻ ഒരാൾ. ഞാൻ ചോദിച്ചു, നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞതിന് വ്യക്തമായ തെളിവുണ്ടോ? ഇല്ല. അപ്പം എന്താണ് ഞാൻ ചോദിച്ചു, നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഞാനും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇവിടെ രണ്ടുപേരും ഒരു തെളിവും എൻ്റെ അടുത്തില്ല. എക്സ്പെക്ടേഷൻ ആയിരുന്നു. അത് മാത്രമല്ല, ഇയാൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സെയിൽസ്മാൻ ആണ് എങ്കിൽ നിങ്ങൾക്കുള്ള ഈ സാലറിയാണ്. മാത്രമല്ല, നിങ്ങൾക്ക് ഇൻസെൻറ്റീവ്സ് വരും. നിങ്ങളൊരു 3 മാസം തുടർച്ചയായിട്ട് ഒരേ ഇൻസെൻറ്റീവ് നിങ്ങൾ വാങ്ങിക്കുന്നുവെങ്കിൽ അത് നിങ്ങളെ സാലറി ആയിട്ട് കയറും. പിന്നെ അടുത്ത ഇൻസെൻറ്റീവ് ആയിരിക്കും നോക്കുക. അത് ഞങ്ങളെ കമ്പനിയുടെ ഒരു പ്രത്യേകത കൂടിയാണത്. ഒരാൾ സ്ഥിരമായി ഒരേ സംഖ്യ വീണ്ടും ഇൻസെൻറ്റീവ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആൾ അതിന് കാപ്പബിൾ ആണ്. ആ സാലറി കൺസിസ്റ്റന്റ് പെർഫോമൻസ് അല്ലേ? അതെ, ആ പെർഫോമൻസ് ആൾ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് അത് അടുത്ത പ്രാവശ്യം പിന്നെ അതിന്റെ മുകൾക്കായിരിക്കും നമ്മൾ അടുത്ത ഇൻസെന്റീവ് ഒക്കെ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ അത് ഓൾറെഡി അയാളുടെ സാലറിയായി മാറും. അത് ഇവർ കേൾക്കില്ല. അവര് ആ ഉറക്കം തന്നെ അദ്ദേഹം തന്നെ. പക്ഷെ അവര് ഒന്ന് കേട്ടിട്ടുണ്ട്, 3 മാസം കഴിഞ്ഞാൽ 3 പ്രാവശ്യം 3 മാസം കിട്ടിയാലല്ലേ. ഇത് മാത്രമേ അവർ കേൾക്കുന്നുള്ളൂ. ഇവിടെയാണ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായത്. തിരിച്ചു ചോദിക്കണം, നിനക്കെന്ത് മനസ്സിലായി? അനീഫൊക്കെ പറഞ്ഞത് വളരെ കറക്റ്റാണ്. നമ്മളത് എഴുതി വാങ്ങിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇവിടെയൊക്കെയാണ് എഡ്യൂക്കേഷൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. നമ്മളുടെ ഈ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുകയും എല്ലാം റെക്കോർഡിക്കലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ പരസ്പരം ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമുക്ക് അടുത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താണ് അവരുടെ റോൾ എന്നുള്ളതും അതിൽ പ്രോപ്പറായിട്ട് ക്ലാരിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് പ്രോപ്പറായിട്ട് ഡിഫൈൻഡ് ആയിരിക്കണം. അതിന് അവരുടെ ഉത്തരവാദിത്വം എന്താണെന്നുള്ളതിനോടൊപ്പം തന്നെ നമ്മളുടെ എക്സ്പെക്റ്റേഷൻ എന്താണെന്നുള്ളതും, നാളെ ഈ ലക്ഷ്യം കൈവരിച്ചു കഴിഞ്ഞാൽ, ഈ ലക്ഷ്യത്തിലോട്ട് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നതാണ്, നിങ്ങൾക്ക് പ്രൊമോഷനായിട്ടോ അല്ലെങ്കിൽ ഇൻസെൻറ്റീവായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊരു അപ്രൈസലായിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഇതാണ് കിട്ടാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ അതിലോട്ട് വെൽ ഡിഫൈൻഡ് ആയിട്ട് കൊണ്ടുവരികയും ആ എക്സ്പെക്റ്റേഷൻസ് നമ്മൾ പ്രോപ്പറായിട്ട് അവരെ മനസ്സിലാക്കി കൊടുക്കുകയും നമുക്ക് ചെയ്യണം. അതിനാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിലും ജോബ് സ്പെസിഫിക്കേഷൻ ഉണ്ടെങ്കിൽ കൂടെയും റോൾ ക്ലാരിറ്റി എന്ന് പറയുന്നത് ആ റോളിന് ക്ലാരിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ്. ജോബ് ഡിസ്ക്രിപ്ഷൻ അതിന്റെ ഒരു വ്യത്യാസം എന്ന് പറയാം. ഓക്കെ, ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ആ ജോബിൽ അയാൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. ഒരു ഉദാഹരണം പറയാം. ഒരു കസ്റ്റമർ സപ്പോർട്ട് എക്സിക്യൂട്ടീവിന്റെ ജോബ് എന്ന് പറയുന്നത് ഒരു കസ്റ്റമർ വാക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ
അയാളെ സ്വീകരിച്ച് ഇരുത്തി അയാൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. സോ ദർ ഈസ് എൻ എക്സ്പെക്ടേഷൻ, അയാൾ ഹാപ്പി ആവും എന്നുള്ളത്. അതെ. ഓക്കെ. സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് വേണ്ട ക്വാളിഫിക്കേഷനും ക്വാളിറ്റീസും എന്താണെന്നുള്ളത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ഉദാഹരണത്തിന് നമ്മൾ ഇന്ന പൊസിഷന് ഡിഗ്രി ആവശ്യമുണ്ട്, ഇന്ന പൊസിഷന് BCA ആവശ്യമുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ പറയുന്നത്. ഇതാണ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി റോൾ ക്ലാരിറ്റി ഇതിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യാസം വരുന്നത് എന്നുള്ളത് ഞാൻ പറയാം. നേരത്തെ പറഞ്ഞല്ലോ, ഒരു കസ്റ്റമർ സപ്പോർട്ട് എക്സിക്യൂട്ടീവ് ഒരു കസ്റ്റമറോട് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളതാണ് അവിടെ പറയുന്നതെങ്കിൽ റോൾ ക്ലാരിറ്റിയിൽ നമ്മൾ വ്യക്തമാക്കി കൊടുക്കും. നിങ്ങളുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഈ കസ്റ്റമർ ഹാപ്പി ആക്കി തിരിച്ചിറക്കുക എന്നുള്ളതാണ്. അതായത് എന്താണ് നിങ്ങൾ ഈ ജോലി ചെയ്യുന്നത് കൊണ്ട് കമ്പനിക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ടത് എന്നുള്ളതാണ്. അയാൾ എന്ത് ചെയ്യേണ്ടത് എന്നതിനേക്കാൾ ഉപരി അയാളിൽ നിന്ന് എന്താണ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ കമ്പനി നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഈ റിസൾട്ട് എന്ന് പറയുന്നത് ഇന്നതാണ്. അല്ല, ഇയാൾ പറയും ഞാൻ നിങ്ങൾ പറഞ്ഞതൊക്കെ ചെയ്യുന്നില്ല, എല്ലാം ചെയ്തില്ല, അപ്പൊ സോഫ്റ്റ്വെയർ ഒക്കെ അപ്ഡേറ്റ് ചെയ്തില്ല, അത് ചെയ്തില്ല, ഇത് ചെയ്തില്ലേ. എന്താ അപ്ഡേറ്റ് ചെയ്തിട്ട് എന്താ ആ സാധനം വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ കാര്യമല്ലല്ലോ. അയാളുടെ റോളിലൂടെ നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് ക്ലാരിറ്റി അവിടെയാണ് റോൾ എന്ന് വരുത്തി കൊടുക്കുക. കാരണം ലക്ഷ്യം എന്താണെന്നുള്ളത് നമ്മൾ അവിടെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ പാത്തിലുള്ള കറക്ഷൻസ് ഒക്കെ അവർ തന്നെ വരുത്തും എന്നുള്ളതാണ്. ലക്ഷ്യം പറയാതെ നിങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ അത് ഒരുപക്ഷെ ലക്ഷ്യത്തിലോട്ടുള്ള പാത്തായിരിക്കില്ല അവർ അവലംബിക്കുന്നത്. ഇതാണ് റോൾ ക്ലാരിറ്റി എന്നുള്ളതിനാണ് പ്രധാനം. അതെ. അയാളുടെ ഈ റോളിലൂടെ അയാൾ എന്തൊക്കെയാണ് നമുക്ക് ഡെലിവറി ചെയ്യാൻ പോകുന്നത്, ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ റോൾ നിങ്ങൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ ഇത്ര വർഷം ഇന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നതാണ് ഇതിൻ്റെ പ്രതിഫലം, അല്ലെങ്കിൽ ഇന്നതാണ് നിങ്ങൾക്ക് ഇതിൻ്റെ അപ്രൈസൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ ഗ്രോത്ത് ഇന്നതാണെന്ന് അയാൾക്കും ക്ലാരിറ്റി വരുത്തണം. അതാണ് ഇന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്താണെന്ന് അയാൾക്കും ക്ലാരിറ്റി അവിടെ കൊടുക്കണം. ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതല്ല. ആ ക്ലാരിറ്റി കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ എന്തൊക്കെ രീതിയിലാണ് അയാളെ മെഷർ ചെയ്യുന്നത് എന്നുള്ളതും നമ്മൾ അവിടെ ക്ലാരിറ്റി കൊടുക്കണം. ഇത് ഇന്ന കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ ചെയ്യുന്നുണ്ടോ, ചെയ്താൽ ഞങ്ങൾ മെഷർ ചെയ്യുന്നുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പോൾ ഞാനൊരു കസ്റ്റമർ സപ്പോർട്ട് എക്സിക്യൂട്ടീവിനെ ഹയർ ചെയ്തു. നേരത്തെ പറഞ്ഞ പോലെ ജോബ് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, സ്പെസിഫിക്കേഷൻ ഉണ്ട്, അതിനനുസരിച്ച് ഒരാളെ ഹയർ ചെയ്തു. അയാൾക്ക് ഈ റോൾ ക്ലാരിറ്റി ഡോക്യുമെന്റേഷൻ കൊടുക്കുകയാണ്. ഇതൊക്കെയാണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇന്ന പ്രവർത്തികളിലൂടെ നിങ്ങൾ ഇന്നത് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ക്ലിയർ ആയിട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് അവർക്ക് ഇന്നത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് റവന്യൂ കിട്ടാൻ പോകുന്നത് എന്നുള്ള കൂടി നമ്മളവിടെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങളുടെ ഈ ആക്ടിവിറ്റീസിന് ഈ ഔട്ട്പുട്ടൊക്കെ മെഷർ ചെയ്യുന്നത് ഇന്ന രീതികളിലായിരിക്കും. ഉദാഹരണത്തിന് എത്ര കസ്റ്റമർ ഇവിടെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇറങ്ങിപ്പോയി എന്നുള്ളത് നമ്മൾ കസ്റ്റമേഴ്സിനോട് ചോദിക്കും. അതാണ് ആ കസ്റ്റമർ ആണ് പറയുന്നത് ഇയാൾ ഓക്കെയാണ്. പിന്നെ അപ്പോൾ ഇന്ന മെത്തേഡ്സിലൂടെയാണ് ഞങ്ങൾ നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ അയാൾക്ക് കൂടുതൽ അതിലോട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമുക്കൊരു പോസിറ്റീവ് റിസൾട്ട്സ് ഉണ്ടാക്കി തരാൻ കഴിയും എന്നുള്ളതാണ്. ഇതോടൊപ്പം എനിക്കൊന്നും കൂടെ ചോദിക്കാനുള്ളത്, രാജീവിന് മുമ്പ് പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മൾ ഈ റോൾ കൊടുക്കുന്നതോടൊപ്പം ഇനി എങ്ങോട്ടാണ് ഈ ടീമിലെ ഈ മെമ്പർ കയറി പോകാൻ സാധ്യത ഉള്ളത് എന്നുകൂടെ ഒരു ഐഡിയ കൊടുക്കുക. അവിടെ നമ്മൾ അത് കൊടുക്കുന്നതിനാണ് നേരത്തെ പറഞ്ഞത് എക്സ്പീരിയൻസും കൂടെ ചെയ്യാൻ പറ്റും അല്ലേ? അതെ. അത് അങ്ങനെ ഒരു ഇത് കൊടുക്കുന്ന സമയത്ത് നമ്മളത് കൊടുക്കുക മാത്രമല്ല, നമ്മൾ അയാൾക്ക് ആ റോളിലോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള സാഹചര്യവും നമ്മൾ അവിടെ ഉണ്ടാക്കി കൊടുക്കാനുള്ള കമ്മിറ്റ് ചെയ്യുന്നുണ്ട്. അതെ. ഓക്കെ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 80-20 പ്രിൻസിപ്പിൾ പറഞ്ഞ പോലെ അയാളുടെ ജോലി, അയാൾക്ക് നിഷ്കർഷിച്ച ജോലി, അയാൾ 30 ദിവസത്തിനുള്ളിൽ ജോലി അയാൾ ഒരു 20 ദിവസം തീർക്കുന്നു. അല്ലെങ്കിൽ ഒരു ദിവസം 8 മണിക്കൂറിൽ ചെയ്യേണ്ട ജോലി അയാൾ 6 മണിക്കൂർ, 2 മണിക്കൂർ നമ്മൾ അയാളുടെ കരിയർ ഡെവലപ്മെന്റിനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ്. അല്ലാതെ അയാളെ വീണ്ടും 2 മണിക്കൂർ നമുക്കുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കൂടുതൽ ഭാരം ഏൽപ്പിക്കുക എന്നുള്ളതല്ല. അയാൾ ആ കരിയർ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് കമ്പനിയും ബെനിഫിറ്റഡ് ആവുന്നത്. അപ്പൊ അവർക്ക് വ്യക്തമായ ലക്ഷ്യബോധമുണ്ട്, ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇന്നൊക്കെയാണ് ബെനിഫിറ്റ്, എൻ്റെ ഗ്രോത്ത് ഇങ്ങനെയായിരിക്കും എന്നുള്ള എല്ലാം വ്യക്തമായ ധാരണ ഉണ്ടാകുമ്പോൾ അവർക്ക് അത് അവരുടെ അക്കൗണ്ടബിലിറ്റിയിൽ ഉത്തരവാദിത്വത്തോട് അവിടെ ചെയ്യാനുള്ള സാഹചര്യം അവിടെ കൂടും എന്നുള്ളതാണ്. ഒരു ഗ്രോത്തിന് സാധ്യത ഉണ്ട് എന്നുള്ളത് കാരണം വളരെയധികം ടീം കൂടെ നിൽക്കാനും കൂടെ ഒരു ഉപകാരപ്പെടും.